അശോക് ലെയ്ലാൻഡ് ഡബിൾ ക്ലച്ച് ഓടിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ഒരു വണ്ടി ഓടാനായിട്ട് വരാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത് ഡബിൾ ക്ലച്ചാണ് എന്ന്. ചെല്ലാം എന്ന് പറഞ്ഞാൽ ചെല്ലണം, അതാണല്ലോ വേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് എടുത്തിട്ട് അശോക് ലെയ്ലാൻഡ് ഡബിൾ ക്ലച്ച് അങ്ങ് സെർച്ച് ചെയ്തു. ദോഷം പറയരുതല്ലോ, നല്ലൊരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടില്ല. അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ മനസ്സിലങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ക്ലച്ച് ഡബിൾ ചവിട്ടി ഗിയർ മാറണം. സാധാരണ വണ്ടിയിലൊക്കെ നമ്മൾ ക്ലച്ച് ഒന്ന് ചവിട്ടുന്നു, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്നു. ഇതങ്ങനെയല്ല. ക്ലച്ച് ചവിട്ടി ഗിയറിൽ നിന്ന് ന്യൂട്രലിലേക്ക് വന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് ഒന്നും കൂടി ക്ലച്ച് ചവിട്ടിയെങ്കിൽ മാത്രമേ അടുത്ത ഗിയറിലേക്ക് പോവുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. അറിയാവുന്നവർക്കറിയാം, അറിയാൻ പാടില്ലാത്തവർക്ക് അറിയില്ല. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ക്ലച്ച് ചവിട്ടി ഇടത് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് പിന്നിലേക്ക് വലിക്കുന്നത് റിവേഴ്സ്. ക്ലച്ച് റിലീസ് ചെയ്യുക, പിന്നും ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ ന്യൂട്രൽ. അവിടെ നിന്ന് ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യുക, പിന്നെ ക്ലച്ച് ഒന്ന് ചവിട്ടുക, ഇടത് സൈഡ് ചേർത്ത് മുന്നിലേക്ക് ഫസ്റ്റ്. ക്ലച്ച് റിലീസ് ചെയ്യുക, പിന്നും ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ ന്യൂട്രൽ. ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ മുന്നിലേക്ക് സെക്കൻഡ്. പിന്നെ ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ ന്യൂട്രലിലേക്ക് വരിക. വീണ്ടും ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ പിന്നിലേക്ക് തേർഡ്. വീണ്ടും ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ ന്യൂട്രലിലേക്ക് വരിക. പിന്നെ ക്ലച്ച് റിലീസ് ചെയ്തൊന്ന് ചവിട്ടുക, വലത് സൈഡ് ചേർത്ത് നേരെ മുന്നിലേക്ക് ഫോർത്ത്. പിന്നെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യുക, ക്ലച്ച് ഒന്നുകൂടി ചവിട്ടുക, നേരെ ന്യൂട്രലിലേക്ക്. പിന്നെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യുക, ക്ലച്ച് ഒന്ന് ചവിട്ടുക, നേരെ അഞ്ചാമത്തെ ഗിയറിലേക്ക്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.